അപ്പോൾ നമ്മളെ ഡയറ്റിനുള്ള ഫുഡില്ലേ ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായി ഡയറ്റൊക്കെ ആയിട്ട് പോണതാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണിത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് അടിപൊളി ഉണ്ടാവും. നല്ല രസമുണ്ട് കാണാനും. അല്ല നമ്മളെ ഡേറ്റ്സിൻ്റെയും നമ്മുടെ ബദാമും ഇതെല്ലാം കൂടെ ആയിട്ടുള്ളതാണ്. നമുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല സൂപ്പറാണ്. നമ്മുടെ ഡയറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എന്താ അറിയോ, നമുക്ക് കുറച്ച് ഓട്സ് വേണം, കുറച്ച് ക്യാരറ്റ്, പിന്നെ ബദാം, പിന്നെ ചിയാ സീഡ് എന്ന് പറഞ്ഞിട്ടൊരു സീഡ് കിട്ടില്ലേ, നമ്മളതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാട്ടണം, നമ്മൾ ഈ ഓട്സ് ഇല്ലേ, ഓട്സ് നമ്മളൊരു കുറച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്നങ്ങോട്ട് വെന്ത്, അത് തിളച്ച വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വെന്തോളും. വെന്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ഈ ക്യാരറ്റും ബദാമും കൂടെ അതിലിട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്യുക. കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും ആ ബദാമും കൂടെ നമ്മൾ നല്ല അത് ഒന്ന് കുതിർന്നോളും. അത് കുതിർന്ന് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ ആ ചിയാ സീഡില്ലേ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ചിയാ സീഡൊക്കെ അതിലിങ്ങനെ മെൽട്ടായ മാതിരിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ഇതൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ നമുക്ക് ചിയാ സീഡ്. അതും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ അത് ഉണ്ടാക്കി വെച്ച ഇതാണ് കേട്ടോ. അത് നമ്മൾ ക്യാരറ്റും ഓട്സും ഇതൊക്കെ എല്ലാം അരച്ച് വെച്ചെന്ന് പറയില്ലേ, അതാണ്. ഇന്ന് നമ്മൾ തലേ ദിവസം തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അതൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് കാട്ടണം, കുറച്ച് നമ്മുടെ ഡേറ്റ്സും പഴവും എന്ത് ഫ്രൂട്ട്സാണ് നമ്മുടെ വീട്ടിലുള്ള വെച്ചാൽ നമുക്ക് അത് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ തേത്തപ്പഴം ഉണ്ട്, അപ്പോൾ പിന്നെ ഒരു പാളയംകുടം പഴമുണ്ട്. നമ്മൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒക്കെ ഇങ്ങനെ ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് മുകളിലൊരു ടേസ്റ്റിന് വേണ്ടി ഹണിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ നല്ല രസമാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യാമെന്ന് കേട്ടോ. ഓക്കെ. ബൗളെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓട്സിൻ്റെ ഇതില്ലേ, ഓട്സും ബീറ്റർ അതും കൂടെ നമ്മളിതിലേക്ക് ഒഴിക്കാം. കുറച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതൊക്കെ ഇടാം.
വേണമെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ ചെറിയ ബൗളാകൊണ്ടാണ്, എനിക്ക് എന്താ വെച്ചാൽ ഈ ഒരു ബൗളാണ് എൻ്റെ കണക്ക്, അതാണ് ഏറ്റവും. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, കുറച്ച് നമ്മൾ ഹണി ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഹണി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഹണി ഇതിലെടുക്കുക, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മളത് നല്ല മിക്സ് ചെയ്താണ്. ഇതിങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇത് നമ്മൾ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ആ ചിയാസീഡിൻ്റെ അതൊക്കെ നല്ല ഇതായിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ സീഡും അതൊക്കെ അടിക്കും, നല്ലൊരു ഫ്ലേവറാണ്. ഹണിയും കൂടി കഴിക്കുമ്പോഴേ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഇഷ്ടമായിച്ചൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. താങ്ക് യു.